ആ അച്ഛൻ ഒത്തിരി നേരമായി വന്നിട്ട്? ഓ ഇല്ല. ജയേഷ് ടാക്സി നോക്കി നിന്നപ്പം അവനെയും കൂട്ടി. ആ ഇത് നമ്മുടെ ക്യാമറ മേടിക്കാൻ വന്ന ആളാ. ക്യാമറയുടെ ആ എന്നാ കൊണ്ടുപോയി ഓടിച്ചു. അച്ഛായ നമ്മുടെ ആ പിള്ളേരോട് പറഞ്ഞു ആ GMC പൊക്കിക്കൊണ്ടുപോരും. ആ നാളേക്ക് റെഡിയാക്കാം. അത് കയ്യിൽ വെച്ചോ. ലത്തീഫിന്റെ നാട്ടുകാരനല്ലേ, അവൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി വിൽക്കുന്നത് തന്നെ. ആദ്യം ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ നോക്ക്. കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് സംസാരിച്ചോ. അച്ഛേ ആ ഓക്കെ. ആ വാ. ഇതിന്റെ മോട്ടോർ പോയതാ, അതൊന്ന് കാണിച്ചേരെ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ വണ്ടിയാണിത്. ധൈര്യമായി കൊണ്ടുപോകോളൂ. അത് കുഴപ്പമില്ല, ഡോറിന് കുറച്ച് ഓയിൽ കൊടുത്താൽ മതി. ഒരു പാവത്തിന്റെ വയറ്റിപ്പഴപ്പായിരുന്നു കാർ. ഒരു അടവങ്ങാടം മുടങ്ങിയനെ കുടുംബം നശിപ്പിച്ചിട്ടാ ഇത് എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇടപാടൊക്കെ തീർക്കുന്ന നല്ലത്. ആ എന്നാ ജയേഷ് വിട്ടോളൂ. ശരി അച്ഛായ. ലത്തീഫ, ഈ വണ്ടി കിട്ടിയോ? ഈ വണ്ടി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാണോ? എടാ, മൊബൈൽ ഇപ്പൊ ഓഫാവും. ഇതറിയാഞ്ഞിട്ടും മനസമാനത്തോടെ ഡ്രൈവ് ചെയ്യാനും പറ്റുന്നില്ല. പ്രശ്നമൊന്നുമില്ല. പൈസ കൊടുക്കാതായപ്പോ മാർട്ടിന്റെ പിള്ളേര് പോയി വണ്ടി തടുക്കാൻ ചെന്നപ്പോണ്ടായ ആ ബഹളത്തിനിടയിൽ അങ്ങേരുടെ കൊച്ചി ആ വണ്ടി. ചേട്ടാ, മൊബൈൽ ചാർജർ ഉണ്ടോ? ചാർജർ തീർന്നു പോയില്ലോ. വഴിയേരി പോയോന്നൊരു സംശയം. ഗൂഗിൾ മാപ്പ് നോക്കാനും പറ്റാത്തൊരു അവസ്ഥയായി പോയി. ഇനി മുന്നോട്ട് പോയാൽ കടവല്ലതും ഉണ്ടോ? കുറച്ചു ദൂരം പോണം. ആ ഓക്കെ ഏട്ടാ. ഓക്കെ. നമ്മുടെ